സർക്കാരിൽ ഏതെങ്കിലും പദവി വേണമെന്ന് താൻ ആവശ്യപ്പെടുകയോ പദവി നൽകാമെന്ന് പാർട്ടി പറയുകയോ ചെയ്തിട്ടില്ലെന്ന് മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ. തനിക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി എന്ന തരത്തിൽ ഒരു പത്രത്തിൽ വന്ന വാർത്ത തീർത്തും അസംബന്ധമാണ്. തനിക്കും പാർട്ടിക്കും എതിരെ എക്കാലവും കള്ളപ്രചരണങ്ങൾ നടത്തുന്ന പത്രമാണ് ഇത്. സ്ഥാനമാനങ്ങൾ ചോദിച്ച് താൻ CPIM ജനറൽ സെക്രട്ടറിക്ക് കുറിപ്പ് നൽകിയെന്ന കള്ളം പ്രചരിപ്പിക്കുന്ന പത്രത്തെക്കുറിച്ച് ഭാവിയിൽ മാധ്യമ ഗവേഷകർ പഠനം നടത്തുമെന്നുറപ്പാണെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. CPIM എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോട് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചല്ല താൻ പൊതുപ്രവർത്തനം നടത്തുന്നത്. പൊതുപ്രവർത്തനത്തിനിടയിൽ പാർട്ടി തന്ന സ്ഥാനമാനങ്ങൾ അഭിമാനത്തോടെ ഏറ്റെടുത്തിട്ടുണ്ടെന്നും VS ചൂണ്ടിക്കാട്ടി. മാനസപുത്രനായ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്തതിൽ നിലതെറ്റിയാണ് ഒരു പത്രം പ്രബുദ്ധരായ ജനങ്ങളുടെ വിവേചന ശക്തിയെ വെല്ലുവിളിക്കുന്നതെന്നും VS ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയയ്ക്ക് ഉപദേശക പദവി നൽകും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി AICC ഉടൻ പുനഃസംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേരും. നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഉപാധ്യക്ഷനായ രാഹുൽ ഗാന്ധി അടുത്ത കോൺഗ്രസ് അധ്യക്ഷനാകുമെന്ന് സൂചന. സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് ചുമതല നൽകാൻ ഉടൻ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിക്കും. അതിനുശേഷം AICC അംഗങ്ങളുടെ ചിന്തൻ ശിബിർ വിളിച്ച് അധ്യക്ഷനാക്കാനാണ് തീരുമാനം. പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അടുത്ത മാസം യോഗം ചേരും. രാഹുൽ ഗാന്ധിയോടൊപ്പം സച്ചിൻ പൈലറ്റ്, വക്താവ് രൺദീപ് സിംഗ് സുർജേവാല, അജയ് മാക്കൻ തുടങ്ങിയവരും നേതൃനിരയിലെത്തും. അഹമ്മദ് പട്ടേൽ അടക്കമുള്ള പഴയ വൃദ്ധ നേതൃത്വങ്ങളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി വിശദമായ പുനഃസംഘടനയുണ്ടാകും. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും. ഇവിടങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതേസമയം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളമടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ നയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. എല്ലാ സ്ഥലത്തും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനെതിരെ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നിയമരംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് അഡ്വക്കേറ്റ് ജനറൽ പദവി വീണ്ടും സുധാകര പ്രസാദിനെ തേടിയെത്തിയത്. സർക്കാർ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന CP സുധാകര പ്രസാദ് വീണ്ടും അതേ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഏറെ സന്തോഷത്തിലാണ്. സത്യസന്ധമായ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണ് വീണ്ടും ഈ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂസംബന്ധമായ കേസുകൾ തീർപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലാൻഡ് അക്വിസിഷൻ കേസുകൾ അത് കഴിഞ്ഞവണ ധാരാളം പെൻഡൻസികളാണ്. ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിയുന്നത് വേഗം തീർക്കണം. തീർത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ധാരാളം പോകും ഗവൺമെൻറ്. വർക്കലയ്ക്കടുത്ത ചാവർകോട് ഗ്രാമത്തിൽ M പത്മനാഭൻ, കൗസല്യ ദമ്പതികളുടെ പുത്രനായി 1940 ജൂലൈ 24 ഇദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 1964 കൊല്ലത്ത് പ്രാക്ടീസ് ആരംഭിച്ചു. തുടർന്ന് എറണാകുളത്തെത്തിയ സുധാകര പ്രസാദ് നേരത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന P സുബ്രഹ്മണ്യം പോറ്റി അടക്കമുള്ളവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായി ചുമതലയേറ്റു. പോലീസ് സേനയെ ആധുനികവൽക്കരിക്കുമെന്ന് DGP. തെളിയിക്കപ്പെടാത്ത കേസുകളിൽ വീണ്ടും അന്വേഷണം നടത്തുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. വിശദാംശങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്ത ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുതിയ പോലീസ് മേധാവി എന്ത് കാര്യങ്ങളാണ് പറഞ്ഞത്? ദിനകർ. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്ത ശേഷം പോലീസ് സേനയെ ആധുനികവൽക്കരിക്കുമെന്ന ഏറ്റവും വ്യക്തമായ ഒരു സൂചന കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. KG ദിനകർ ഒരിക്കൽ കൂടി വീണ്ടും ചേരുകയാണ്. ദിനകർ, എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയ പോലീസ് മേധാവി സ്ഥാനമേറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്? പ്രജീഷ്, സംസ്ഥാന പോലീസ് മേധാവിയായി DGP ലോക്നാഥ് ബെഹ്റ ഇന്ന് ചുമതല ഏറ്റെടുത്തു. ജിഷ വധക്കേസ് കേരള പോലീസിന് വെല്ലുവിളിയാണെന്നാണ് ലോക്നാഥ് ബെഹ്റ ചൂണ്ടിക്കാട്ടിയത്. എങ്കിലും അധികം വൈകാതെ കുറ്റവാളിയെ പിടികൂടാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. CBI മാതൃകയുള്ള ശാസ്ത്രീയ അന്വേഷണ സംവിധാനം കേരള പോലീസിൽ നടപ്പാക്കുമെന്നും ബെഹ്റ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് പ്രതിജ്ഞാബദ്ധമാണ്.
സംസ്ഥാന പോലീസിൽ ആധുനികവൽക്കരണം നടപ്പാക്കും. ഏറെ നാളായി മുടങ്ങിക്കിടക്കുന്ന കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സത്വര നടപടികൾ കൈക്കൊള്ളും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കുറ്റാന്വേഷണം മികവുറ്റതാക്കും. എന്തായാലും ജിഷ കൊലക്കേസ് തനിക്കും പോലീസിനും വെല്ലുവിളി തന്നെയാണ്. അത് കൃത്യമായി കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും അതിന് വളരെ ശക്തരായ വളരെ കഴിവുള്ള പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വ്യക്തമായ നിലയിൽ തന്നെ പ്രതികളെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചത്. കേസിന്റെ മേൽനോട്ടത്തിന് താനും ഉണ്ടാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വൈകിട്ട് 3:30 ഫയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് എത്തിയത്. പോലീസ് ആസ്ഥാനത്ത് സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം DGP ആയി ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ലോക്നാഥ് ബെഹ്റയെ പുതിയ DGP ആയി സർക്കാർ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. TP സെൻകുമാറിനെ മാറ്റിയാണ് പകരം ലോക്നാഥ് ബെഹ്റയെ DGP ആക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് പോലീസ് ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് സർക്കാർ ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചത് എന്ന ആക്ഷേപം സെൻകുമാർ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയുമാണ്. അതേസമയം നേരത്തെ ജേക്കബ് തോമസ് DGP ആയിരുന്ന ജേക്കബ് തോമസ് ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ തുറന്നു പറഞ്ഞപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന വ്യക്തി കൂടിയായിരുന്നു DGP സെൻകുമാർ എന്ന കാര്യം വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പുതിയ DGP മറുപടി പറയാൻ തയ്യാറായില്ല. നല്ല കാര്യങ്ങൾ നടക്കുന്ന ദിവസം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പ്രജീഷ് KG ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ഭരണരംഗത്ത് മന്ത്രിസഭ വിപുലമായ അഴിച്ചുപണി നടത്തി. അഡ്വക്കേറ്റ് CP സുധാകര പ്രസാദ് അഡ്വക്കേറ്റ് ജനറലാകും. മഞ്ചേരി ശ്രീധരൻ നായരാണ് പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടത്തിയത്. ഭരണരംഗത്ത് സുപ്രധാനമായ അഴിച്ചുപണിയാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗം നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് ജനറലായി CP സുധാകര പ്രസാദിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെയും സർക്കാർ നിയമിച്ചു. CP സുധാകര പ്രസാദ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും അഡ്വക്കേറ്റ് ജനറലായിരുന്നു. ഇതോടൊപ്പം IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടപ്പിലാക്കിയത്. പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി ഡോക്ടർ ഉഷ ടൈറ്റസിനെ നിയമിച്ചു. KR ജ്യോതിലാലിനെ ഗതാഗത ദേവസ്വം സെക്രട്ടറിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും VS സെന്തിലിനെ മാറ്റി പ്ലാനിംഗ് പരിസ്ഥിതി സെക്രട്ടറിയാക്കി. PWD സെക്രട്ടറിയായിരുന്ന APM മുഹമ്മദ് ഹനീഫാണ് പുതിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. B ശ്രീനിവാസാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. രാജീവ് സദാനന്ദൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാവും. ഡോക്ടർ V വേണു പട്ടികജാതി ടൂറിസം വകുപ്പ് സെക്രട്ടറിയാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും മടങ്ങിയെത്തിയ പോൾ ആന്റണിയാണ് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയാവുക. ആശ തോമസ് സപ്ലൈകോ CMDയും രാജു നാരായണസ്വാമി കൃഷി വകുപ്പ് സെക്രട്ടറിയുമാവും. റാണി ജോർജ്, വിശ്വാസ് മേത്ത, KM അബ്രഹാം, ജെയിംസ് വർഗീസ് എന്നിവർ യഥാക്രമം സാംസ്കാരിക, റവന്യൂ, ധനകാര്യ, തുറമുഖ വകുപ്പുകളുടെ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. VK ബേബിയാണ് പുതിയ ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി. TK ജോസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വകുപ്പിലുണ്ടാവും. ഇന്ദ്രജിത് സിംഗാണ് പുതിയ റെസിഡൻസ് കമ്മീഷണർ. PH കുര്യൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് തുടരും. എന്നാൽ IT വകുപ്പ് സെക്രട്ടറിയായി M ശിവശങ്കരൻ നിയമിതനാവും. ടിങ്കു ബിസ്വാൾ ജലസേചനവും VJ കുര്യൻ സിയാൽ MDയുമാവും. മാരപാണ്ഡ്യനാണ് പുതിയ വനം സെക്രട്ടറി. കമലാവർദ്ധൻ റാവു ഫിനാൻസ് എക്സ്പെൻഡിച്ചറിലേക്കും ഷാജഹാൻ ന്യൂനപക്ഷ സാമൂഹ്യനീതി വകുപ്പുകളുടെയും സെക്രട്ടറിയാവും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതി യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിനായി ചോദ്യാവലി അയച്ചു നൽകും. റിപ്പോർട്ട് അടുത്ത ക്യാബിനറ്റിൽ വെക്കാനാണ് ഉപസമിതി ആലോചിക്കുന്നത്. ജീവൻകുമാർ, തിരുവനന്തപുരം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് നിർവഹിച്ചു. രണ്ടായിരത്തി 16-17 അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സ്കൂളുകളിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി എത്തിയത്. നവാഗതരെ സ്വീകരിക്കാനായി വിപുലമായ രീതിയിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നത്. മധുരം നൽകിയും പൂക്കൾ വിതരണം ചെയ്തും അക്ഷരത്തൊപ്പി അണിയിച്ചും പായസം വിതരണം ചെയ്തും പുതിയ കുട്ടികളെ അധ്യാപകരും മുതിർന്ന കുട്ടികളും ചേർന്ന് ആനയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. മനോഹരമായ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു ഇവിടെ കുട്ടികളെ വരവേറ്റത്.
മേയർ വി കെ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി പ്രവേശനോത്സവം ശ്രദ്ധേയമാക്കി. കളിയും ചിരിയും അറിവും പഠനവുമായി മറ്റൊരു അധ്യയന വർഷം കൂടി. ഇനി സ്കൂൾ മുറ്റത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്കൂൾ പ്രവേശനോത്സവം മധ്യകേരളത്തിലും വർണ്ണാഭമായി. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകളെ സമ്മാനങ്ങളും മധുരവും നൽകിയാണ് അധ്യാപകർ വരവേറ്റത്. പുത്തനുടുപ്പണിഞ്ഞ് പുത്തൻ കുടയും ബാഗുമായി രക്ഷിതാക്കളുടെ കൈപിടിച്ച് വിദ്യാലയമുറ്റത്തെത്തിയപ്പോൾ പലർക്കും പല ഭാവമായിരുന്നു. ചിലർക്ക് അങ്കലാപ്പ്, ചിലർക്ക് സങ്കടം, മറ്റു ചിലർക്ക് ആഹ്ലാദം. അപരിചിതരായ കൂട്ടുകാരെ കണ്ടപ്പോൾ പലരും കണ്ണെടുക്കാതെ കൗതുകത്തോടെ പരസ്പരം നോക്കി. മലയാളത്തിൽ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കൊച്ചുമിടുക്കിയോട് ഹിന്ദിയിൽ പേര് ചോദിച്ചപ്പോൾ ഉഷാറായി മറുപടി വന്നു. കൂട്ടത്തിൽ ഇതര സംസ്ഥാന കുരുന്നുകളുമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അമ്മ ക്ലാസ്സിൽ തനിച്ചാക്കിപ്പോയ സങ്കടം ചിലർ മറച്ചുവെച്ചില്ല. സമ്മാനപ്പൊതിയോടൊപ്പം മധുരം നൽകിയാണ് അധ്യാപകർ നവാഗതരെ ക്ലാസ്സിലേക്ക് ആനയിച്ചത്. ലഡ്ഡു കയ്യിലിരിക്കുന്നത് കൊണ്ടായിരിക്കണം ക്ലാസ്സിലെത്തിയ മിക്കവരും സന്തുഷ്ടരായിരുന്നു. ഒപ്പം ക്ലാസ് ടീച്ചർക്ക് സുപ്രഭാതവും നേർന്നു. ടീച്ചർ ഓരോരുത്തരെയായി പേര് വിളിച്ചപ്പോൾ വിദ്യാർത്ഥികൾ അച്ചടക്കത്തോടെ ഹാജർ പറഞ്ഞു. അതോടെ ഒന്നാം ക്ലാസുകൾ സജീവമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു നാടിൻ്റെ ആഘോഷമായി മാറി മലാപ്പറമ്പ് UP സ്കൂളിലെ പ്രവേശനോത്സവം. സ്കൂൾ സംരക്ഷണ സമര സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. പായസവും മിഠായി വിതരണവും നടത്തി 15 വിദ്യാർത്ഥികളെയാണ് ഇത്തവണ പുതുതായി സ്കൂളിലേക്ക് വരവേറ്റത്. വിദ്യാർത്ഥികൾക്ക് മെഴുകുതിരിയിൽ അക്ഷരദീപം പകർന്നു നൽകിയാണ് ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം മലാപ്പറമ്പ് AUP സ്കൂളിൽ ആഘോഷിച്ചത്. സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവിന്മേലുള്ള ആശങ്ക അവസാന ദിവസം വരെ ഉണ്ടായിരുന്നുവെങ്കിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂൾ സംരക്ഷണ സമിതി ഒരുക്കിയിരുന്നത്. 58 കുട്ടികളാണ് ഈ അധ്യയന വർഷം മലാപ്പറമ്പ് AUP സ്കൂളിൽ പഠിക്കുക. 15 കുട്ടികൾ പുതുതായി സ്കൂളിൽ പഠിക്കാനെത്തിയിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിലേക്ക് 8 പേരാണ് ഇത്തവണ പ്രവേശനം നേടിയത്. കവി രമേശ് കവിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പൂട്ടാതിരിക്കാനുള്ള സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് ജയദീപ് പറഞ്ഞു. ഇത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിൽ പോലും കുട്ടികൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് എന്തെന്നാലും സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഇഷ്യൂ എന്തിനായാലും ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ആശങ്കകളൊന്നുമില്ലാതെ പായസവും മിഠായിയും കഴിച്ച് വിവിധ വർണ്ണങ്ങളുടെ ബലൂണുകളുമായി പുതിയ കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിലാണ് കുരുന്നുകുട്ടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 1,04,787 പേർ യോഗ്യത നേടി. ഒന്നാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനും, രണ്ടാം റാങ്ക് ചെന്നൈ സ്വദേശി ലക്ഷൺദേവിനും, മൂന്നാം റാങ്ക് എറണാകുളം സ്വദേശി ബെൻസൺ എൽദോയ്ക്കും ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് കോപ്പി നൽകിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. 1 മുതൽ 10 വരെ റാങ്കുകൾ ഇപ്രകാരം: മുഹമ്മദ് മുനവർ VV, ലക്ഷൺദേവ് B, ബെൻസൺ ജേക്ക്, റമീസ ജഹാൻസ, കെവിൻ ജോയ്, അജയ് S നായർ, ആസിഫ് മോഹൻ K, ഹരികൃഷ്ണൻ K, അലീന അഗസ്റ്റിൻ, നിഹാല A. SC വിഭാഗത്തിൽ ബിപിൻ G രാജന് 1ാം റാങ്കും അരവിന്ദ് രാജന് 2ാം റാങ്കും ലഭിച്ചു. ST വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശിനി മേഘന വിക്കാണ് 2ാം റാങ്ക്. MBBS BDS കോഴ്സുകളിലേക്ക് 1ാം ഘട്ട അലോട്ട്മെന്റ് ജൂലൈ 15 മുൻപായി നടക്കും. 2ാം ഘട്ട അലോട്ട്മെന്റ് ഓഗസ്റ്റ് 22 മുൻപും നടക്കും. പ്രവേശനം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31 കുട്ടികൾ കുറവുള്ളതിന്റെ പേരിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂളാണ്. ഒരു കുട്ടി ആയാലും പഠിച്ചാൽ അത് ഈ സമൂഹത്തിന് നേട്ടമാണെന്നാണ് കണക്ക്. അവിടെ സാമ്പത്തിക ലാഭനഷ്ടമല്ല. ഈ മാസം മധ്യത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് കിട്ടിയ സന്തോഷത്തിലാണ് മുഹമ്മദ് മുനവറും കുടുംബവും. കണ്ണൂർ പെർളശ്ശേരി ഗവൺമെൻറ് AKG ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മുനവർ
+2 പഠനം പൂർത്തിയാക്കിയത്. സർക്കാർ സ്കൂളിൽ പഠിച്ച ഈ മിടുക്കൻ A+ നേടിയാണ് SLCയും +2ഉം പൂർത്തിയാക്കിയത്. കോയോട് ബൈത്തുൽ സലാം വീട്ടിൽ മുഹമ്മദ് അലിയും നദീറ ടീച്ചറും അഭിനന്ദനം അറിയിക്കാനെത്തുന്നവരെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ്. മുഹമ്മദ് മുനവർ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1 മുതൽ 10 വരെ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ്. ഡൽഹിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നാണ് മുനവറിന്റെ ആഗ്രഹം. ഇപ്പോൾ വളരെയധികം സന്തോഷം. 10ാം റാങ്കിനുള്ളിൽ പ്രതീക്ഷിച്ചിരുന്നു. അഥവാ ഡൽഹി എംസി കിട്ടുകയാണെങ്കിൽ അവിടെ പോകാനാണ് ഇഷ്ടം. കഴിഞ്ഞ തവണ 1144ാം റാങ്ക് ലഭിച്ചിട്ടും മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കാത്തതിൽ ഉണ്ടായ വിഷമം മകന് 1ാം റാങ്ക് ലഭിച്ചതോടെ മുഹമ്മദ് അലിക്ക് മാറിക്കിട്ടി. മകൻ്റെ വിജയത്തിൽ അതീവ സന്തോഷിക്കുന്നു. മകന് ആദ്യ തവണ 1344 റാങ്ക് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ 16 മെഡിക്കൽ കോളേജുണ്ട്. സമുദായത്തിന് പേര് പറഞ്ഞുള്ള പാർട്ടികളുണ്ട്. എന്നിട്ടും പിന്നോക്കാവസ്ഥ പരിഹരിക്കാമെന്ന് ബോധിപ്പിച്ച പാർട്ടിക്കാർ തന്നെ പിന്നോക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. ഉമ്മ നദീറയും സഹോദരി ആയിഷയും മുനവറിന്റെ റാങ്കിൽ ഏറെ ആഹ്ലാദത്തിലാണ്. ചെറുപ്പം മുതൽ സർക്കാർ സ്കൂളുകളിൽ മലയാളം മീഡിയമാണ് മുനവർ പഠിച്ചത്. +2വിന് പെർലശ്ശേരി AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഴുവൻ വിഷയത്തിലും മുഴുവൻ മാർക്ക് നേടി A+ നേടിയിട്ടുണ്ട് ഈ മിടുക്കൻ. മകനെ തേടിയെത്തിയ റാങ്കിന്റെ നിറവിലാണ് കുടുംബം. മുനവറിന്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.